കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ, അതിലൊരു കൂട്ടം ആളുകളെ ഭരിക്കുന്ന സർക്കാരിൻ്റെയും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സ്തുതിപാഠകരാക്കി തീർത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെ സങ്കടകരം എന്ന് പറയട്ടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങൾ ഇതിനോടകം തന്നെ മാധ്യമ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഒരു കൂട്ടം സർക്കാർ ജീവനക്കാർ, പ്രത്യേകിച്ച് ഭരണസ്ഥിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ വളരെ പ്രകടമായ രാഷ്ട്രീയ ആഭിമുഖ്യം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതുക, അതിനേക്കാൾ വളരെ ഗൗരവമായി 40 ലക്ഷം രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ അവദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുക, ഈ തരം കാര്യങ്ങൾ കൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വെറും രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളും വാലാട്ടികളായും മാറിയിരിക്കുന്നു എന്ന സങ്കടകരമായ അവസ്ഥയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയധികം രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി നടക്കുന്ന സർക്കാർ ജീവനക്കാർ, സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം പ്രവർത്തനം സംബന്ധിച്ചുള്ള ചട്ടങ്ങളിൽ യാതൊരു കാരണവശാലും സർക്കാർ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഗൗരവമായ രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ ആരും തന്നെ ഏതെങ്കിലും പ്രത്യേക പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ അവരിൽ അംഗത്വമെടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസ്ഥകളിൽ പെട്ടതാണ്. എന്നാൽ ഇവിടെ നിർലജ്ജം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരിനെ പ്രീണിപ്പിക്കുന്നതിനും അവരിൽ നിന്ന് അനർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ഒരു ചെറിയ സംഘം സർക്കാർ ജീവനക്കാർ എപ്പോഴും വളരെ സജീവമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അതുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കേണ്ടതായ സേവനം പോലും നേരായ മാർഗത്തിൽ പാവപ്പെട്ട പൊതുസമൂഹത്തിന് കിട്ടുന്നില്ല എന്നതാണ് ഇതിൻ്റെ അത്യന്തം ഖേദകരമായ മറ്റൊരു വശം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സർക്കാരിനേറ്റ ഈ വിഷയത്തിൽ പരോക്ഷമായി മുഖത്തേറ്റ ഒരു അടിയാണ് ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥന്റെ പേരിൽ സർക്കാർ എടുത്ത ഒരു സ്ഥലം മാറ്റം റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇന്നലെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാർഷിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ B. അശോക് എന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ജനുവരി മാസം മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനപ്രകാരം നിലവിലില്ലാത്ത ഒരു പുതിയ കമ്മീഷനെ രൂപീകരിച്ച്, അതായത് തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ചുമതലക്കാരനായി ഡെപ്യൂട്ടേഷനിൽ മാറ്റി. ഇത് ഒരു തരത്തിൽ വൈരനിര്യാതന ബുദ്ധിയോടുകൂടെ ചെയ്തതാണ് എന്ന് അന്ന് തന്നെ പൊതുസമൂഹം മനസ്സിലാക്കുകയും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെ അതിന് എതിരായി ശബ്ദങ്ങൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തതാണ്. ഡോക്ടർ B. അശോകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സർക്കാരിൻ്റെ വാലാട്ടിയായി ഇംഗിതമനുസരിച്ച് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് സ്തുതിപാടി പ്രവർത്തിക്കുന്ന ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനല്ല എന്ന് പൊതുസമൂഹത്തിനറിയാം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അയോഗ്യതയായി സർക്കാർ കണ്ടിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെ ഈ അടുത്ത കാലത്ത് വിഭാഗീയതയും ചേരി പ്രവർത്തനവും വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. IAS നിലയിലുള്ള 2 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ 2 തരത്തിലുള്ള ശിക്ഷാ നടപടിക്ക് വിധേയമായിരിക്കുകയാണ്. ഒരു പ്രശാന്ത് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. അതുപോലെ രാജു നാരായണസ്വാമി എന്ന് പറയുന്ന ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥന്റെ പ്രൊമോഷൻ മറ്റു കാര്യങ്ങളൊക്കെ തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ കൂടി IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ പോലും ഈ തരത്തിൽ വിഭാഗീയതയും ഈ തരത്തിലുള്ള പഠനപിണക്കങ്ങളും ഒക്കെ ഉള്ളത് ഒരു തരത്തിലും
കേരളത്തിൽ മുൻപുണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ തരത്തിൽ സർക്കാർ അവരുടെ സ്തുതിപാഠകരാക്കുന്നത് തന്നെ ഒരു ഭരണത്തിന് ഒരിക്കലും ചേർന്നതല്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ കമ്മീഷന്റെ അധ്യക്ഷനായി മാറ്റിയതിനെയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദ് ചെയ്ത്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഒരു IAS ഉദ്യോഗസ്ഥനെ, കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടാതെ, സമ്മതം കൂടാതെ ഏകപക്ഷീയമായി ഒരു ഡെപ്യൂട്ടേഷൻ തസ്തികയിലേക്ക് മാറ്റാൻ പാടില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം ഒരു കാരണവശാലും ആ സ്ഥാനത്തേക്ക് പോകാൻ തൽപരനല്ല എന്ന് അറിയിച്ചിടത്തോളം നിർബന്ധിച്ച് ആ തസ്തികയിലേക്ക് മാറ്റാനായി അനുവദിക്കാൻ പാടില്ല എന്ന ആ ഒരു വാദവും അംഗീകരിച്ചിരിക്കുകയാണ്. 1954 നിലവിൽ വന്ന നിയമം അനുസരിച്ച് കേന്ദ്ര സർവീസിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും തരത്തിലുള്ള നോൺ കേഡർ തസ്തികയിലേക്ക് മാറ്റുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ പഴക്കവും പരിചയവും സീനിയോറിറ്റിയും ഒക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതി, ഈ പറയുന്ന തദ്ദേശ ഭരണ കമ്മീഷൻ എന്ന് പറയുന്നത് വെറും കടലാസിലുള്ള ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓഫീസാകട്ടെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരാകട്ടെ ആരെയും നിയമിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വരുത്തേണ്ടതായ പരിഷ്കാരങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നതിനെന്നും പറഞ്ഞാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ തന്നെ സർക്കാർ രൂപീകരിച്ചത്. അങ്ങനെ പൊടുന്നനവെ രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷനിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയപ്പോൾ ഇദ്ദേഹത്തെ ബോധപൂർവം മാറ്റി നിർത്താനാണ്, ഇദ്ദേഹം സ്തുതിപാഠകന്റെ പട്ടികയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനല്ല എന്നറിഞ്ഞുകൊണ്ടാണ് അവരെ ബോധപൂർവം മാറ്റിയത് എന്ന് എല്ലാവരും മനസ്സിലാക്കി. ഡോക്ടർ ബി അശോകിനെ സംബന്ധിച്ചോളം അദ്ദേഹം തന്നെ പറയുന്നു പരാതിയിൽ, എൻ്റെ ഭാവി ഇങ്ങനെയുള്ള എൻ്റെ സമ്മതമില്ലാതെയുള്ള ഒരു നോൺ ഗേഡഡ് ഡെപ്യൂട്ടേഷൻ തസ്തികയിലേക്ക് പോയാൽ എനിക്ക് ഭാവിയിൽ ലഭിക്കാവുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ചട്ടത്തിന് വിരുദ്ധമായി എന്നെ മാറ്റാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ നിലവിലുള്ള തസ്തികയായ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷൻ, ആ തസ്തികയിൽ തുടരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് ട്രൈബ്യൂണലിൽ പെറ്റീഷൻ കൊടുത്തത്. ആ പെറ്റീഷൻ ഇപ്പോൾ അംഗീകരിച്ചത് യഥാർത്ഥത്തിൽ സർക്കാരിനേറ്റ ഒരു തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടുന്നവരുടെ സംഘമാക്കി മാറ്റുന്നത് അത്യന്തം വില കുറഞ്ഞ, നിലവാരമില്ലാത്ത ഒരു നടപടിയാണ്. പ്രത്യേകിച്ച് സീനിയർ IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട കൗതുകകരവും രസകരവുമായ ഒരു സംഗതിയാണ്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥയെ ഈ വാഴ്ത്തുപാട്ടിൻ്റെ പ്രതീകമായി മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വരച്ചു കാട്ടിയത്. കാര്യസാധ്യത്തിന് വേണ്ടി, എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി ഭരണകർത്താക്കളെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന അത്യന്തം വില കുറഞ്ഞ തരംതാണ സമീപനം ഇതുപോലെയുള്ള IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ കാട്ടുന്നത് വളരെ ഖേദകരമാണ്. അത് സർവീസിൻ്റെ നിഷ്പക്ഷതയെ ബാധിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, സർക്കാരുകൾ മാറി മാറി വരുന്നതാണ്. സാധാരണ ജനങ്ങളുടെ സേവകരാണ് ഉദ്യോഗസ്ഥന്മാർ. നികുതി പണം കൊണ്ട് ഭാരിച്ച ശമ്പളം പറ്റുന്നവർ രാഷ്ട്രീയ ആഭിമുഖ്യത്തിൻ്റെ പേരിൽ എതിരാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുകയും ഒപ്പം നിൽക്കുന്നവർക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകി പ്രീതിപ്പെടുത്തുകയും അവർക്ക് വേണ്ടി സ്തുതിപാട്ടുകൾ പാടുന്നതിനും വാഴ്ത്തുപാട്ടുകൾ പാടുന്നതിനും നൃത്തം ചെയ്യുന്നതിനുമൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ മുന്നോട്ട് വരുന്നത് വളരെ വളരെ അപലപനീയമാണ്, വളരെ തരം താണതാണ്, വില കുറഞ്ഞതാണ്. ഏതായാലും ഈ തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയമായി വേർതിരിക്കുന്നതും ബോധപൂർവമായി അവരെ മൂലക്കിരുത്താൻ ശ്രമിക്കുന്നതും ഒരിക്കലും ആശാസ്യമല്ല എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിയിലുണ്ട്. ഇതിൽ നിന്നെങ്കിലും ഇനിയും 10 മാസം മാത്രം ശേഷിച്ചിരിക്കുന്ന പിണറായി സർക്കാർ ചില പാഠങ്ങൾ ഉൾക്കൊള്ളും എന്നാണ് കരുതേണ്ടത്.
ഉൾക്കൊള്ളുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിലുള്ള വിശ്വാസ്യതയും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ തരംതാണ പ്രവർത്തനവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകും. അത് സർക്കാരിന് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള ഒരു ചർച്ചയല്ല എന്ന് തിരിച്ചറിയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വതന്ത്രമായി നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുക, ചട്ടങ്ങൾ അനുസരിച്ച് മാത്രം അവരും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ പാലിക്കുവാനുള്ള ശുഷ്കാന്തിയും ജാഗ്രതയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും കാട്ടുക എന്നതാണ് ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നതായിട്ടുള്ള പാഠങ്ങൾ.